ചെടികൾ നന്നായി തഴച്ച് വളരുവാനും ധാരാളം പൂക്കൾ ഉണ്ടാകുവാനും ഈ പോട്ടി മിക്സ് മതിയാകും. നടുവേദന ഉള്ളവർക്കും കുട്ടികൾക്കും വളരെ ഈസിയായി എവിടെ വേണോ കൊണ്ടുവയ്ക്കുവാനും സാധിക്കും. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കരിയില തൂത്തുവാരി ഒരു ചാക്കിലാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പോട്ട് എടുക്കാം. ഇനി അതിലോട്ട് നമുക്ക് ഈ കരിയില ഇട്ട് നന്നായി നിറയ്ക്കുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പോട്ടിലേക്ക് നിറയെ കരിയില നിറയ്ക്കുക. കുറച്ച് കരിയില നിറയ്ക്കുകയാണെങ്കിൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും താഴ്ന്നു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായി കുത്തി നിറയ്ക്കുക. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കരിയില കാണും. അത് തൂത്തുവാരി കത്തിക്കാതെ അത് ഒരു ചാക്കിലാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെടി നടുമ്പോൾ ഇതുപോലെ പോട്ടിൽ നിറയ്ക്കാം. അതുമാത്രമല്ല പച്ചക്കറികൾക്കും ഇതുപോലെ നമുക്ക് ചെയ്തു കൊടുക്കാം. കരിയില നന്നായി നിറച്ച ശേഷം അതിലോട്ട് ഒരു പിടി മണ്ണ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിനോടൊപ്പം നമ്മൾ അല്പം കമ്പോസ്റ്റും പിന്നെ അല്പം ചാണകപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. കമ്പോസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. നിങ്ങളുടെ കയ്യിൽ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ അല്പം ചാണകം മാത്രം ഇട്ട് കൊടുത്താലും മതി. എല്ലാത്തരം ചെടികൾക്കും ഇതുപോലെ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ കരിയില ഉപയോഗിച്ച് ചെടിയോ പച്ചക്കറികളോ മറ്റോ ചെയ്യാറുണ്ടോ? നിങ്ങൾ ചെയ്യാറുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനി നമുക്ക് പോട്ടിൻ്റെ നടുക്ക് ഒരു കുഴി കുഴിച്ച ശേഷം അതിലോട്ട് ചെടി നട്ടു കൊടുക്കാം. ചെടി നട്ട ശേഷം നമുക്ക് അത് ഷെയ്ഡിലോട്ട് മാറ്റി കൊടുക്കാം. ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ഒരു വളവും കൂടി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ചെടി വെള്ളമൊഴിച്ച് നമുക്ക് ഷെയ്ഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇല്ലെങ്കിൽ തണലത്ത് വെച്ചാലും മതി. ഇത് എൻ്റെ മറ്റൊരു തെറ്റിയാണ്. ഇതിലും ഞാൻ ഇതുപോലെയാണ് പോട്ടി മിക്സ് തയ്യാറാക്കിയത്. ഇതിൻ്റെ ചുവട്ടിൽ കരിയില കിടക്കുന്നത് കണ്ടില്ലേ? ഇതിൽ ഇപ്പോൾ പൂക്കൾ ഇല്ല. ഇതിൽ പൂക്കൾ ഇല്ലായിരുന്നു. ഇതുപോലെ പൂവിട്ടതിന് ശേഷമാണ് ഇതിൽ പൂക്കൾ ഉണ്ടായത്. നമ്മൾ ഇനി ഉപയോഗിക്കാൻ പോകുന്ന ഫെർട്ടിലൈസർ ഉള്ളിയുടെ തൊലിയും പഴത്തൊലിയും 3 ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം അത് അരിച്ചെടുത്ത് നമ്മൾ ചെടിയുടെ ഇലകളിലും ചുവട്ടിലും ഒഴിച്ചു കൊടുക്കുന്നു. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ചെടികളിൽ നിറയെ പൂക്കളുണ്ടാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കൂടി. താങ്ക് യു.